നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ചേർന്ന് പാടാം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നനിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നനിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയിൽ വിശേഷാൽ പ്രിയ തോമസ് ബർണാനുസന്ന് കർത്താവ് അവരുടെ കുടുംബജീവിതത്തിൽ ദാനമായി കൊടുത്ത ഇളയ പൈതലിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ വിശേഷാൽ അഭിഷിക്ത ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് മഹത്വം കരേറ്റുകയും ക്രിസ്തുവിൽ നിങ്ങളെ എല്ലാവരെയും ഈ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രാരംഭത്തിൽ ഒരു ചെറിയ വീഡിയോ ഡിസ്പ്ലേ ആമീൻ അവരെ ദൈവം കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വഴികൾ കുഞ്ഞാപാതകളെ കുറിച്ചൊക്കെയുള്ള ചില ഓർമ്മകൾ വീഡിയോ പ്രദർശനമായി നമ്മുടെ മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ശേഷം പ്രിയപ്പെട്ടവർക്ക് സാക്ഷീകരിക്കാനുള്ള സമയം വേർതിരിക്കും. ദയവായി പ്രാർത്ഥനയോടെ ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിന് വേണ്ടി സമയത്തെ വേർതിരിക്കുകയാണ്. അവർക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട് എന്ന് എനിക്കറിയാം. സമയം ഒട്ടും കവർന്നെടുക്കാതെ പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനായി സമയത്തെ വേർതിരിക്കും. ദൈവനാം വാഴ്ത്തപ്പെടുമാറാട്ടെ. വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം ഇവിടെ ദൈവമക്കളോട് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ കർത്താവിനെ കൃപയ്ക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വീണ്ടും ഞങ്ങൾക്ക് രണ്ടാമതൊരു പൈതലും കൂടെ ദാനമായി തന്നു. ഈ ചർച്ച ഞാൻ വന്ന കാലം മുതൽ നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഡെവിന മോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പുതിയ ഞങ്ങൾക്ക് വീണ്ടും ഒരു പൈതലിനെ 9 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് വീണ്ടും ദാനമായി തന്നു. കർത്താവ് അവിടുന്ന് പ്രസാദിച്ചു. ദൈവത്തിന് നന്ദി അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ വഴികൾ, ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം സഭയ്ക്കറിയാം. സഭയുടെ ദൈവദാസന്മാർ, സഭയിലെ വിശ്വാസികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇത്രത്തോളം ഞങ്ങളെ നിലനിർത്തിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കണം അപേക്ഷയുണ്ട്. ഞാൻ ഇരുന്നോളൂ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നിങ്ങളുടെ മുന്നിൽ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ദൈവം എന്നെ കൊണ്ടുവന്ന് നിർത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ നിന്ന് കടന്ന് മാർച്ച് 30 ഇവിടെ നിന്ന് കടന്നുപോയി. അതിന് മുന്നേയുള്ള സൺഡേ എന്നെ ഇവിടുന്ന് പ്രാർത്ഥിച്ച് സഭയൊന്നായി പ്രാർത്ഥിച്ച് എന്നെ നാട്ടിലേക്ക് അയച്ചു. അവിടെ ചെന്ന് ഓരോ ദിവസവും കണ്ണിലെ കൃഷ്ണമണി പോലെ അടിയനെ കാത്തു പരിപാലിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വളരെ കോട്ടയായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ എത്ര പേര് ഓർക്കുന്നുണ്ടെന്നറിയില്ല, ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇവിടെ സാക്ഷീകരിച്ചു. അതിനുശേഷം ഡിസംബറിൽ അടിയങ്ങൾ കുടുംബമായി 21 ദിവസം ഉപവാസം എടുത്തപ്പോൾ ബ്ലസ് ചേച്ചിയും ബിനിച്ചായനും കടന്നു വന്ന അടിയങ്ങളോട് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുടുംബജീവിതത്തിൽ ഒരു തളിർപ്പ് എന്ന് പറഞ്ഞ് അതിനെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ അടിയങ്ങൾക്ക് വളരെയധികം ജീവിതത്തിൽ ഉള്ളത് കാരണം അടിയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാവരും അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മാർച്ചിൽ നാട്ടിൽ കടന്നുപോയി. അവിടെ ഹോസ്പിറ്റലൈസ്ഡായി. അതിനുശേഷം അടിയൻ സ്റ്റിച്ചെല്ലാം ഇട്ട് ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നുവെങ്കിലും ഒരു വലിയ പ്രയാസങ്ങളില്ലാതെ ആദ്യ നാളുകൾ കടന്നുപോയി. എങ്കിൽ ജൂണിൽ ഞാൻ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ ഓരോ ദിവസമായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരം എന്നെ താങ്ങി നടത്തി.
ഓഗസ്റ്റ് 20 എനിക്ക് ഒരു 19 തീയതി ആയപ്പോൾ ഭയങ്കരമായ റെസ്റ്റ്ലെസ്. അവർ ലേബർ റൂമിൽ കൊണ്ടെല്ലാം നോക്കിയെങ്കിലും കോൺട്രാക്ഷൻസ് ഇല്ല, BP വേരിയേഷൻ ഇല്ല, ഷുഗർ വേരിയേഷൻ ഇല്ല. എല്ലാം പുറമേയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം നോർമലായി കണ്ടുവെങ്കിലും എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥത. എനിക്ക് ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ശ്വാസം എടുക്കുവാൻ പ്രയാസം. ആ ദിവസങ്ങളിൽ എങ്ങനെ വളരെ ഒരു വെപ്രാളം, ഭയങ്കരമായ വെപ്രാളം. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഓക്കെ അല്ല, എനിക്ക് ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ 20-ാം തീയതി വൈകുന്നേരം വന്ന് ഒരു 7 മണിയായപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നാളെ രാവിലെ നമുക്ക് നിന്നെ C-സെക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞു പോയി. അതിനുശേഷം ഡോക്ടർ വലിയൊരു സീനിയർ ഗൈനക്കോളജിസ്റ്റാണ് ആ ഹോസ്പിറ്റലിൽ തന്നെ. അവിടെ ലേബർ റൂമിൽ ചെന്ന് എൻ്റെ ഫയൽ നോക്കിയതിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ തലയിൽ വലിയൊരു ബോംബാണ് നീന്ന്. അത് അന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ 21-ാം തീയതി രാവിലെ 9 മണിയായപ്പോൾ സിസേറിയൻ ആരംഭിച്ചു, പൈതലിനെ എടുത്തു. അപ്പോൾ എന്നെ അവർ സ്പൈനൽ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആദ്യം തന്ന സ്പൈനൽ ഫെയിലായി. രണ്ടാമത് വീണ്ടും സ്പൈനൽ ഇഞ്ചക്ഷൻ എടുത്തു. അതിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റെയറായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം എൻ്റെ സ്റ്റിച്ചിട്ടപ്പോൾ എനിക്ക് സ്പൈനൽ തന്ന സെയിം നീഡിൽ തന്നെ യൂസ് ചെയ്താണ് അവർ. അത് സൈസ് നോക്കി ആ നീഡിൽ തന്നെയാണ് തന്നത്. എന്നാൽ 4 മന്ത്സിന് ശേഷം വളരെയധികം അവർ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള നീർക്കെട്ട് എൻ്റെ സ്പൈനലിന് വന്നു, സ്പൈനൽ കോഡിൽ വന്നു. അത് കാരണം അവർ ആ നീഡിൽ ഫെയിലായി. രണ്ടാമത് വീണ്ടും സ്പൈനൽ ഇഞ്ചക്ഷൻ തന്നിട്ടാണ് CS സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നെ പൂർണ്ണമായും മയക്കിയിട്ടില്ല. എനിക്ക് നല്ല ബോധമുണ്ട്, ചെയ്യുന്നത് അറിയുന്നില്ല എന്നുള്ളൊരു വേദനയില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, എൻ്റെ യൂട്രസ് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഡോക്ടർ വിശ്വസിക്കുന്ന ദൈവത്തെ വളരെ സൗണ്ടിൽ അവർ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഡോക്ടർ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, നത്തിങ് മോളെ എന്ന് പറഞ്ഞ് അവർ വേഗം തന്നെ പൂർണ്ണമായിട്ട് അവരെന്നെ മയക്കി. അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞു, യൂട്രസ് വെറും പേപ്പർ തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. അത് ഒരു ദിവസവും കൂടി ബേബി എൻ്റെ വയറ്റിലുണ്ടായിരുന്നെങ്കിൽ അത് റപ്ചറായി ഞങ്ങൾ രണ്ടുപേരെയും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയി. ഒരു 100 ഗ്രാംസും കൂടെ കുഞ്ഞിന് വെയിറ്റ് ആയാൽ അത് ഒരിക്കലും അത് റപ്ചറാകും, അതും കൂടെ താങ്ങാനുള്ള ഒരു തിക്നെസ് എൻ്റെ യൂട്രസിൻ്റെ. അല്ല, അതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. എങ്കിലും ദൈവത്തിൻ്റെ വലിയ കാര്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ നന്നായി, എൻ്റെ BP വേരിയേഷൻ ഒന്നുമില്ല, എല്ലാം കറക്റ്റായിരുന്നു. എന്നാൽ 5th ഡേ 5ാമത്തെ ദിവസം എൻ്റെ BP വളരെയധികം കൂടി. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെയധികം കൂടാനിടെ എന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ICUയിൽ 3-4 പേഷ്യൻസ് ഈ സെയിം കണ്ടീഷനിൽ BP വേരിയേഷൻ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ BP 180, 110 ആയി. എന്നെ വെന്റിലേറ്റർ റെഡിയാക്കി ന്യൂറോളജിസ്റ്റ്, അനസ്തേഷ്യോളജിസ്റ്റ് എല്ലാവരും വന്ന് അസംബിൾ ചെയ്തു. കാരണം എപ്പോഴാണ് ഫിക്സ് വരുന്നത്, ആ സ്പോട്ടിൽ എന്നെ വെന്റിലേറ്ററിലാക്കിയില്ലെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ ഈ ലോകത്തു നിന്ന് മാറ്റിവിടും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറി. എന്നാൽ എൻ്റെ തൊട്ടപ്പുറത്തെ ബെഡിൽ 150-100 ഉണ്ടായിരുന്ന പേഷ്യൻ്റ് വെന്റിലേറ്ററിലാക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഫിക്സ് അടിച്ചു. എങ്കിലും എൻ്റെ ദൈവം, ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് പുറത്ത് ആർക്കും സിറ്റുവേഷൻസ് ആരോടും പറയാൻ പറ്റുന്നില്ല. കാരണം ഡയറക്ടർ എന്നെ ICUലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ പാസ്റ്റർ അപ്പച്ചനെ ആരെയും വിളിച്ചറിയിക്കാനുള്ള ഒരു സാവകാശം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കടന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എന്നെ പല സാഹചര്യങ്ങളും മരണത്തിൽ നിന്ന് വിടുവിച്ച് അങ്ങൊരു സാക്ഷിയായി നിർത്തിയിട്ടുണ്ട്. എന്നെ ഇവിടെ നിന്നും കർത്താവേ അങ്ങ് തിരുവുള്ളമാകണം എന്ന് പ്രാർത്ഥിച്ചു. എന്നെ വിടുവിച്ചു. എങ്കിലും ചെറിയൊരു ബ്രെയിൻ, അത് ചെറിയ ക്ലോട്ട്സും റപ്ചേഴ്സും ഒക്കെ വന്നെങ്കിലും അതൊന്നും ഒരു ഭാരമായി തീരാതെ, ഒരു പ്രയാസമായി തീരാതെ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ജീവനോടെ നിർത്തി. അത് എൻ്റെ ജീവിതത്തിൽ വലിയ, എന്നെ 2013 അടിയൻ കടന്നുപോയ അവസ്ഥയിൽ തളർന്ന് സ്പൈനൽ കോഡിന് പ്രയാസമായി കടന്നുപോയി, പാരലൈസായി കടന്നെടുത്തു നിന്ന് എന്നെ ഈ സഭയിൽ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിലാണ് ഞാൻ എഴുന്നേറ്റ് നടന്നത്. വീണ്ടും എൻ്റെ ജീവിതത്തിൽ ദൈവം അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 8 സ്പൈനൽ ഇഞ്ചക്ഷൻസ് എനിക്ക് 2013 ശേഷം ആ തളർന്നുപോയ സ്പൈനിൽ നിന്ന് തന്നെ ദൈവം എനിക്ക് 8 പ്രാവശ്യം എനിക്ക് സ്പൈനൽ ഇഞ്ചക്ഷൻ തന്ന്. എന്നാൽ ഇന്ന് എനിക്കൊരു പ്രയാസവും ഇല്ലാതെ എന്നെ ഇത്രത്തോളം ആരോഗ്യത്തോടെ ദൈവം നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. നന്ദിയല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇനിയും കുറച്ചും കൂടി എൻ്റെ ഹെൽത്തെല്ലാം ഓക്കെ ആകണമെന്ന് ഡോക്ടർമാർ പറയുന്നെങ്കിലും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നോളൂ. പോരാ, ഇങ്ങനെ കരമടിച്ച പോരാ, ശക്തിയോടെ ഒന്ന് കരമടിച്ച് നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞേ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ ചെയ്ത വാഗ്ദത്തങ്ങളൊന്നും നിവർത്തിയാകാതെ പോയിട്ടില്ല. ഇന്ന് പകലും ശത്രു തകർത്ത് കളയാൻ പല ആവർത്തി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ദൈവമുളവാക്കിയതിനെ ദൈവം തന്റെ സമയത്ത് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. തന്റെ ദാസി കടന്നുപോയ നാൾ വഴികളെ കുറിച്ച് നാം കേൾപ്പാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വേദനകൾ സഹിച്ചു,
ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചു, മരണത്തെ മുഖാമുഖം കണ്ടു. പക്ഷെ എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ പ്രിയ സഹോദരി, എന്തൊക്കെ അവർക്ക് കൊടുത്ത തലമുറയെയും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തിന് നന്ദി കരേറ്റാൻ തമ്പുരാൻ ഇങ്ങനൊരു സമയം നിശ്ചയിച്ചു വച്ചിരുന്നത് കൊണ്ട് ശത്രുവിന്റെ സകല പദ്ധതികളെയും പൊളിച്ച് ദൈവം അത്ഭുതങ്ങളെ ചെയ്ത് ഇന്ന് പകൽ ഈ അത്ഭുത സാക്ഷ്യവുമായി തന്റെ ദാസിയെ നമ്മുടെ നടുവിൽ നിർത്തിയ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പ്രിയ പൈതലിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. നിങ്ങളെല്ലാവരും ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനാണ് കടന്നു വന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടിയുള്ള സഹകരണം വളരെ അത്യാവശ്യമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിന്റെ ദാസൻ ചെയ്യും. അതിനായി നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. Praise the Lord. Hallelujah. Hallelujah. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ ജീമോൻ്റെ ബന്ധത്തിൽപ്പെട്ട പല പ്രിയപ്പെട്ടവരും സ്നേഹിതരായിരിക്കുന്നവരുമൊക്കെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഹാർദവമായിട്ട് ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ചെയ്തതായ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ നാം കേട്ടു. ഒന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഈ സഭയിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഞങ്ങളുടെ സഭാ ജനങ്ങൾക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ച പല സാക്ഷ്യങ്ങളുണ്ട്. അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളോടുകൂടി എഴുന്നേറ്റ് നിന്നാൽ അതൊരു അനുഗ്രഹമാണ്. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ ഇല്ല. പ്രിയ ബെഞ്ചമിൻ സാറിന് പല വർഷങ്ങൾക്ക് ശേഷം ദൈവജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു, ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ആ പൈതലോട് കൂടെയാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. പ്രിയ ഷൈൻ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ദാനമായി പൈതലിനെ കൊടുത്തു. അവർ ദുബൈയിലായിരിക്കുന്നു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുള്ള ഒരു ദൈവസഭയാണ് ഈ സഭ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് പ്രിയ ജീമോനോടും കുടുംബത്തോടും ചേർന്നും ദൈവസഭയായിട്ട് ദൈവം പ്രവർത്തിച്ച ദൈവപ്രവൃത്തികളെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ശുശ്രൂഷ നടത്തുവാൻ എളുപ്പമാണ്, പക്ഷേ
ചില കാര്യങ്ങൾ ഓർപ്പിക്കാതെ അത് നടത്തുക എന്നുള്ളത് അത്ര ശരിയായ കാര്യമല്ലാത്തത് കൊണ്ട് ചുരുങ്ങിയ ചില നിമിഷങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടത്തുവാൻ താല്പര്യപ്പെടുകയാണ്. മറ്റ് പ്രായമുള്ള ദൈവദാസന്മാരുണ്ട്. പ്രിയ ജീവനോട് ഞാൻ ചോദിച്ചു, ആരാണ് ഈ ശുശ്രൂഷ നടത്തുവാനുള്ള ഒരു ക്രമീകരണം? ജീവൻ പറഞ്ഞു, പാർശ്വ തന്നെ നടത്തിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ തന്നെ നടത്തുന്നത്. എന്നെക്കാൾ ശ്രേഷ്ഠരായ അനുഭവങ്ങളുള്ള ദൈവദാസന്മാർ പലരുണ്ട് എന്നത് എനിക്കൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാമല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ശിശുക്കളെ പ്രതിഷ്ഠിക്കുന്നതിനേക്കാൾ മാതാപിതാക്കളെ പ്രതിഷ്ഠിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ചടങ്ങ്. കാരണം കുഞ്ഞിനൊന്നും അറിയത്തില്ല. എന്നാൽ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു സമർപ്പണം പുതുതായിട്ട് എടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് അനുഗ്രഹം അനവധിയായിട്ട് പ്രാപിപ്പാനായിട്ട് കഴിയുന്നത്. ഏതു നിലയിൽ ഒരു കുഞ്ഞിനെ നമുക്ക് ദൈവം തന്നു കഴിഞ്ഞാൽ അതിനെ വളർത്തേണമെന്നുള്ളത് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. എന്താണ് ഈ ശിശുപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഗ്രഹിക്കേണ്ടതിന് വേണ്ടി മാത്രം ഒന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വേർപെട്ട സഭകളിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശിശുക്കൾക്ക് സഭയിൽ അംഗത്വം കൊടുക്കുവാനല്ല, മാമോദീസായിക്ക് പകരം നടത്തുന്ന ഒരു പരിപാടിയുമല്ല. പിന്നെ എന്താണിതെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾക്ക് ദൈവത്തോടുള്ള നന്ദിയിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ സഭയായിട്ട് കൂടി വന്ന് ദൈവമേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്ന കാലത്ത് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ പലര് ചെന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. കുഞ്ഞുങ്ങളുമായിട്ട് ചെന്നതായ വ്യക്തികളെ ശിഷ്യന്മാർ വിലക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് ശാന്തമായിട്ട് ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഈ ശിഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന പരിപാടിയൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് വന്നവരെല്ലാം കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഇപ്പം അനുവിനെ എഴുന്നേൽപ്പിച്ച് വിട്ടതുപോലെ തന്നെ ശിഷ്യന്മാരും പറഞ്ഞു, നിങ്ങൾ ശല്യം ഉണ്ടാക്കരുത്, യേശുവാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ ശല്യമൊന്നും ഉണ്ടാക്കരുതെന്നും പറഞ്ഞ് അവരെ എല്ലാം വിലക്കാനായിട്ട് തുടങ്ങി. ഒരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവ് അവരെ എല്ലാം കൂടെ നോക്കിയിട്ട് ഉള്ളിലൊരു ചിരി ചിരിച്ചിട്ട് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞുവെന്ന എൻ്റെ ചിന്തയിൽ ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ പൊന്നു സഹോദരന്മാരെ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. ശിശുക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എത്ര മിടുക്കരാണെന്നറിയാമോ, എത്ര നേരമായെന്നറിയാമോ ഒരു പരിപാടികൾ ഇവിടെ ഇരുന്ന് ആരംഭിക്കിട്ട്. പലപ്പോഴും ഞാൻ ചെവിക്ക് പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല സമർത്ഥരായ കുഞ്ഞുങ്ങളാണ്, മിടുക്കരായ കുഞ്ഞുങ്ങളാണ്. ഒരെണ്ണം പോലും മന്ദബുദ്ധികളില്ല, ദൈവത്തിൻ്റെ കൃപയാൽ കഴിവുള്ള കുഞ്ഞുങ്ങളാണ്. വാക്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി വാർഷികത്തിന് വന്നാൽ മതി. വാർഷികത്തിന് വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ അവിടെ കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ കേട്ടോ. നിങ്ങളോടും കൂടി ഉള്ള കാര്യമായി പറയാൻ പോണേ. മോനെ, ഹലോ എഡ്വിൻ, ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം അവർക്കുള്ളതാ. കർത്താവ് പറഞ്ഞ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിലെ പ്രസംഗങ്ങളിൽ ചിലത് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് മുതിർന്നവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. ഇതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ കർത്താവിന് ഏറ്റവും താല്പര്യമുള്ള ഒരു കൂട്ടർ ആരാണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്.
ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് ചെയ്തത് എന്താണെന്നറിയാമോ? അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചതായിട്ട് തിരുവചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പ്രിയ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കൊച്ചു പൈതലിനെ സമർപ്പിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ കൊണ്ടുവന്നിരിക്കുമ്പോൾ ദൈവത്തോടുള്ള നന്ദി അവർ പ്രകടിപ്പിക്കുക മാത്രമല്ല, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അവർ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതിന് വേണ്ടി അവരെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുക എന്നുള്ളത് ഒരനുഗ്രഹിക്കപ്പെട്ടതായ കാര്യമാണ്. നമുക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും ഒന്നും നടക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ആർക്കാ സ്വപ്നമില്ലാത്തത്? നമ്മുടെ ഓരോ മക്കളും ജനിച്ചു കഴിയുമ്പോൾ ഇന്ന് പിന്നെ യൂട്യൂബും ഇങ്ങനെയുള്ള പല മാധ്യമങ്ങളും ഉള്ളതുകൊണ്ട് അതിൽ തപ്പിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്, എങ്ങനെ പാല് കൊടുക്കണം, ഇരുത്തി കൊടുക്കണോ, കിടത്തി കൊടുക്കണോ, ഇതെല്ലാം നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സാറായിരുന്നു ഇരിക്കുന്നുണ്ട്, അത് നോക്കിയിട്ടായിരിക്കും അങ്ങനെ ചെയ്ത്. ഓക്കെ, ഏതായാലും ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ വേണ്ടി ഏതെല്ലാം ആഹാരം ഏതെല്ലാം പ്രായത്തിൽ എങ്ങനെ കൊടുക്കണം, ഇതെല്ലാം തപ്പിപ്പിടിച്ച് പല കാര്യങ്ങൾ ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ലൊരു ഭാവി കണ്ട് സന്തോഷിക്കുവാൻ ഒത്തിരി സ്വപ്നങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ കുഞ്ഞിലൂടെ നടക്കുമെന്നുള്ള കാര്യം മാതാപിതാക്കൾ മറക്കരുത്. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നടന്നില്ലെങ്കിലും ഇന്ന് പകൽ ദൈവസന്നിധിയിൽ മാതാപിതാക്കളായി വന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവമേ, അനേക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ, അനേക കുടുംബങ്ങൾ നിരാശയിൽ കഴിയുമ്പോൾ എനിക്ക് മക്കളെ ദൈവം ദാനമായി തന്നതിനായിട്ട് സ്തോത്രമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയുവാൻ കഴിയുമോ? അങ്ങയുടെ പദ്ധതി എൻ്റെ കുഞ്ഞിന്മേൽ നടത്തി തരണമേ, അങ്ങയ്ക്ക് കൊള്ളാവുന്നവനായിട്ട് എൻ്റെ കുഞ്ഞിനെ ആക്കി തീർക്കണമേ എന്നുള്ളതായ ഒരു സമർപ്പണവും പ്രാർത്ഥനയും ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ മാതാപിതാക്കളെ, ആ ഒരു സമർപ്പണത്തിൽ ഇന്ന് ഈ സമർപ്പണ ശുശ്രൂഷയോട് ചേർന്ന് നമുക്കും ഒരു സമർപ്പണം ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നതായ ചില കാര്യങ്ങൾ ഒന്ന് ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വാക്യങ്ങളിലേക്കൊന്നും പോണില്ല. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, പിതാക്കന്മാർ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ബാലശിക്ഷയിലും പത്യോപദേശത്തിലും കുഞ്ഞുങ്ങളെ വളർത്തണം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ചൊല്ലും കൊടുക്കണം, ചോറും കൊടുക്കണമെന്ന് സാധാരണയായിട്ടൊരു പറച്ചില്ലേ? ബാലശിക്ഷ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. പിന്നെ പത്യോപദേശം. ഏതാണ് പത്യോപദേശം? ദൈവത്തിൻ്റെ തിരുവചനം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് ഈ വാക്യം പറയുന്നത് വെറുതെയാണോ? മാതാക്കൾ, പിതാക്കളെ കുറിച്ച് ഞാൻ അത്രയും പറയുന്നില്ല, മാതാക്കൾ കുഞ്ഞുങ്ങളെ ശനിയാഴ്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങളോ പഠിപ്പിച്ചു വിടുന്ന വാക്യങ്ങളാകാം ഇവിടെ ഈ കുഞ്ഞുങ്ങൾ ഉദ്ധരിക്കുന്നത്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അവർ പഠിപ്പിക്കുന്ന വാക്യങ്ങൾ പിന്നെയും അവരെ ഓർപ്പിച്ച്, ഞായറാഴ്ച ദിവസങ്ങളിൽ സൺഡേ സ്കൂൾ ഉള്ളപ്പോൾ അവരെ ഒന്നുകൂടി ഓർപ്പിച്ചു വിടും, നിങ്ങൾ ആ വാക്യം മനഃപ്പാഠമായിട്ട് പറയണം. ഇന്ന് സൺഡേ സ്കൂൾ ഇല്ലാഞ്ഞുകൊണ്ടാണ് ചില പിള്ളേർ തപ്പലുണ്ടായത്. ഞാൻ പറഞ്ഞത്, ചൊല്ലു കൊടുക്കുന്നത് പോലെ തന്നെ, ചോറ് കൊടുക്കുന്നത് പോലെ തന്നെ KFCയോ പിസ്സയോ ബർഗറോ എന്തോ വേണേലും മേടിച്ചു കൊടു. പക്ഷേ തിരുവചനം അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ ഒട്ടും വിട്ടുവീഴ്ചയുള്ളവരായിട്ട് തീരരുത്. പല കുഞ്ഞുങ്ങളും കുട്ടിപ്രായം മുതൽ വലിയ ബാഗ്യം തൂക്കിയിട്ട് പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഞാൻ ചില കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ചുമട്ടുകാരനെ കൂടെ ഒന്ന് കൂലി കൊടുത്ത് ഒന്നുണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് എടുത്ത പൊങ്ങിയില്ലാത്ത പുസ്തകവുമായിട്ടാണ് വെളുപ്പിനെ എഴുന്നേറ്റ് മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുവാൻ വേണ്ടി വാൻ വരുമ്പോൾ അവരെ കയറ്റി വിടുന്നത്. എന്നാൽ ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, തിരുവചനം പഠിപ്പിക്കുവാൻ വേണ്ടി ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും തിരുവചന ക്ലാസ്സിന് വേണ്ടി, പഠനത്തിന് വേണ്ടി, സൺഡേ സ്കൂളിന് വേണ്ടി ഈ സ്കൂളിൽ വിടുന്ന അത്ര ഉത്തരവാദിത്തത്തിൽ വിടുന്ന മാതാപിതാക്കന്മാർ എത്ര പേരുണ്ട്?
നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവവചനം അവരെ അഭ്യസിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു മടുപ്പ് വരുത്തരുത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് സ്കൂൾ ഇൻ ദ വേൾഡ് ഇൻ ഫാമിലി എന്ന് വായിപ്പാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പാഠശാല എന്ന് പറയുന്നത് കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ എത്രത്തോളം നമുക്ക് പഠിപ്പിക്കുവാൻ കഴിയുമോ? ഒരു സൺഡേ സ്കൂളിന് കിട്ടിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ കിട്ടുന്നത് അരമണിക്കൂറോ 3/4 മണിക്കൂറുമോ. അവരത് ആക്ഷൻ സോങ്ങും പഠിപ്പിച്ച് വേറെ പാട്ടും പഠിപ്പിച്ച് പലതും അവരെ പഠിപ്പിച്ച് ആ 3/4 മണിക്കൂർ കൊണ്ട് എല്ലാവരെയും കൂടെ കൈകാര്യം ചെയ്യാനായിട്ട് ഒക്കത്തില്ല. പക്ഷെ വീട്ടിൽ കിട്ടുന്നത് അതിനേക്കാൾ എത്രയെത്ര മണിക്കൂറുകളാണ് കിട്ടുന്നത്. ആ കിട്ടുന്ന മണിക്കൂറുകൾ വെറും ഹോംവർക്ക് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി മാത്രം എടുക്കുകയല്ല വേണ്ടത്. പിന്നെയോ തിരുവചനം അഭ്യസിപ്പിക്കുവാൻ, ഒരു വാക്യമെങ്കിലും ദിനംതോറും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് മനഃപ്പാഠമാക്കുവാൻ വേണ്ടി ഒരു അഭ്യസനം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ധന്യരായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൊച്ചു പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൊച്ചു പ്രായത്തിൽ ഇന്ന് പ്രതിഷ്ഠിക്കപ്പെടുവാൻ പോകുന്ന ഈ പൈതലിനെ പോലെയുള്ള ആ പ്രായങ്ങളിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മാതാപിതാക്കളോടൊപ്പം അവർ കിടക്കുന്നവരാ. രാത്രിയിൽ വന്ന് ബദ്ധപ്പാടുകളെല്ലാം കഴിഞ്ഞിട്ട്, മാതാവും പിതാവും ബദ്ധപ്പാടുള്ളവരാണ്, അവർ വന്നിട്ട് കർത്താവേ നീ എന്നെ അറിയുന്നുണ്ട്, ഞാനിതാ മറിയുന്നു എന്നും പറഞ്ഞ് ഒറ്റ മറിച്ചിൽ അങ്ങോട്ട് മറിയാതെ എന്ത് ചെയ്യണമെന്നറിയാമോ? അടുത്ത് കിടക്കേണ്ടുന്ന കുഞ്ഞുങ്ങളുടെ തലയിലൊന്ന് കൈ വെച്ചിട്ട് അല്പനേരം ദൈവമേ എനിക്ക് നീ ദാനമായി തന്ന കുഞ്ഞുങ്ങളാണ്, വളരേണ്ടതുപോലെ വളരുവാൻ, വളർത്തേണ്ടതുപോലെ വളർത്തുവാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുവാൻ അവരെ ഇടയാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരുവാൻ സാധിക്കും. വളരെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, 2 തലമുറകളെ ഞങ്ങൾക്കും ദൈവം തന്നു. അവരുടെ കൊച്ചുപ്രായങ്ങളിൽ ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് കൃപയാൽ ഞങ്ങളുടെ 2 തലമുറകളും കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നവരായിട്ട് തീരുന്നത് കാണുവാനും സന്തോഷിപ്പാനും പലപ്പോഴും ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാറുണ്ട്. ഇന്ന് മാതാപിതാക്കളായി കടന്നു വന്നിരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതുപോലെ വളർത്തുക. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അനേക സർട്ടിഫിക്കറ്റുകൾ കുഞ്ഞുങ്ങളുടെ കഴിവുകൊണ്ട് ചിലപ്പോൾ സമ്പാദിക്കാം. ചില വീടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ട്രോഫികളും ഷീൽഡുകളും എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളുമാണ് ഷോക്കേസുകളിൽ ഇരിക്കുന്നത്. എന്നാൽ ആ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അനേക സർട്ടിഫിക്കറ്റുകൾ വാങ്ങി, അനേക ട്രോഫികൾ വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾ നിത്യ നരകത്തിൽ പോകാതിരിക്കുവാൻ, ഒരു ട്രോഫിയും ലഭിച്ചില്ലെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും ലഭിച്ചില്ലെങ്കിലും ദൈവകൃപയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ അതിനോളം വേറെ അനുഗ്രഹം വേറെ ഇല്ല. ഇന്ന് പകൽ ഈ മാതാപിതാക്കൾ മാത്രമല്ല, കടന്നു വന്നിരിക്കുന്ന സ്നേഹിതരെ, മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് നിലയിൽ നമ്മൾ വളർത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പലതും വാങ്ങിക്കൊടുക്കാം. ഇപ്പോൾ ഏത് കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മൊബൈലും ടാബും ഒക്കെ മാതാപിതാക്കളങ്ങ് വാങ്ങിക്കൊടുത്തിരിക്കുക. ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യമാണ്. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, പണം കൊണ്ട് വാങ്ങുവാൻ കഴിയാത്ത മറ്റൊന്നാണ് ദൈവഭക്തി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. ഈ ദൈവഭക്തിയിൽ കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ ഈ സമർപ്പണ ശുശ്രൂഷയിൽ ഞാൻ പറയട്ടെ, മാതാപിതാക്കൾ ദൈവഭക്തരല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചാൽ കിട്ടാതെ പോകും കേട്ടോ. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുടുംബ പ്രാർത്ഥനകളില്ലാത്ത ഭവനത്തിലെ മക്കൾ മതിൽക്കെട്ടില്ലാത്ത പ്രൈമറി സ്കൂളിലെ പിള്ളേരെ പോലെയാകുമെന്ന്. എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന വീട്ടിൽ രാവിലെയുമില്ല വൈകിട്ടുമില്ല. പറ്റുന്നത് എന്താണെന്നറിയാമോ?
പണ്ട് ഉള്ള സ്കൂളുകളിൽ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ മതിലൊന്നുമില്ല സ്കൂളുകൾക്ക്. ഓലമറയൊക്കെ കെട്ടിയ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പണ്ടത്തെ ബെല്ലെന്ന് പറയുന്നത് ഒരു വട്ടത്തിലിരിക്കുന്ന ഒരു സാധനം കെട്ടി തൂക്കിയിട്ടുണ്ട്. ഒരു വലിയ ആചാരി ഉപയോഗിക്കുന്ന ഒരു കൊട്ടുപടി പോലെയുള്ളതായ ഒരു സാധനമുണ്ട്, ഒരു ചുറ്റികയുണ്ട്. അതുമായിട്ട് പിയൂൺ ഇറങ്ങി വരുന്നത് നോക്കി പിള്ളേരിരിക്കുകയാണ്. ബെല്ലടിക്കുന്നതിന് മുൻപേ 4 വഴി കൂടെ പിള്ളേർ ചാടിപ്പോകും. ആ ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഭവനത്തിലെ കുഞ്ഞുങ്ങളും വല്ല വഴിയിലും പോകും കേട്ടോ. അതുകൊണ്ട് മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന ആവശ്യമാണ്. ഏറ്റവും കുറഞ്ഞത് രാവിലെയും വൈകുന്നേരമെങ്കിലും കുടുംബമായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് പാടുവാനും പ്രാർത്ഥിപ്പാനും കഴിയുമെങ്കിൽ ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ധന്യമായി തീരുകയും ചെയ്യും. ഞാൻ ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പലപ്പോഴും ആ കുടുംബങ്ങളിൽ ചെല്ലുന്ന വേളയിൽ ഇത്രയും ശരീരമുള്ളവരാണെങ്കിൽ അവരെങ്കിലും താഴെ ഇരുന്ന് അവരൊരുമിച്ച് ആരാധിക്കുന്ന പല ആരാധനകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയാണ്, മറ്റാരാധനയല്ല, സഭാക്കൂട്ടമല്ല. അവരൊരുമിച്ച് താഴെ ഇരുന്ന് പ്രിയ ദേവീനെയും നല്ല പാട്ട് പാടും, അവളും പ്രാർത്ഥിക്കും. അവളുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളാരും അത്രയും നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അനുഭവിച്ച ശാരീരിക ക്ലേശത്തിൻ്റെ മുമ്പിൽ വിസിറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി, ദേവീനയെ കൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. ഞാൻ ദേവീനയോട് പറഞ്ഞു, മോളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ തലവേദനയാൽ വളരെ ഭാരപ്പെടുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആ ദേവീന എൻ്റെ അടുക്കൽ വന്ന് ആ വേദനയുള്ള ഭാഗത്തേക്ക് തലയിൽ കൈവച്ചുകൊണ്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയെന്ന് ഞാൻ പറയട്ടെ, പിന്നെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ എത്ര പേര് ശരിയായ നിലയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം കേട്ടോ. പ്രാർത്ഥനയിൽ അവരെ ഉത്സാഹിപ്പിക്കണം. കുടുംബ പ്രാർത്ഥനകളിൽ അവരും പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കണം. അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അങ്ങനെ വളർത്തുന്നുവെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ ദൈവ കൃപയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളായിട്ട് മാറുവാൻ സാധ്യമായി തീരും. ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞതായ 4 വാചകം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെയാണ് ആ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്: പ്രശംസ കേട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നാൽ അവർ അഭിനന്ദിക്കുവാൻ പഠിക്കും. പ്രശംസ കേട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. പലയിടങ്ങളിൽ പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? ഞായറാഴ്ചയാണെങ്കിൽ പോലും ആരാധന കഴിയുമ്പോൾ വട്ടമേശ സമ്മേളനം നടത്തും. എന്നിട്ട് അന്ന് നടന്നതായ ഓരോരോ കാര്യങ്ങളിലും പ്രസംഗിച്ചവരുടെ കുറ്റങ്ങളും കണ്ടുപിടിച്ച്, പിന്നെ മറ്റുള്ളവരുടെയും കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് കുഞ്ഞുങ്ങൾ കേൾക്കേ അവരെയും കുറ്റം പറഞ്ഞ് ഇവരെയും കുറ്റം പറഞ്ഞ് ആ ഭവനം ഇരുന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും ശരിയായ നിലയിൽ വരത്തില്ല. അവർ വളരുമ്പോൾ ഇങ്ങനെയാണല്ലോ എൻ്റെ മാതാപിതാക്കൾ ചെയ്തത് എന്ന് വിചാരിച്ചുകൊണ്ട് അവരും അങ്ങനെ തന്നെ ചെയ്യും. എന്നാൽ അങ്ങനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി, ഇന്ന് വന്ന് പ്രസംഗിച്ച ദൈവദാസൻ്റെ പ്രസംഗം എത്ര അനുഗ്രഹമായിരുന്നു, എത്ര മനോഹരമായിരുന്നു. ദൈവം പ്രവർത്തിക്കുക പ്രവൃത്തികളൊക്കെ എത്ര വലുതായിരുന്നു. ഇതെല്ലാം ഒന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഒന്ന് പ്രശംസിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ കുറ്റം കണ്ടുപിടിക്കുന്നവരായിട്ട് തീരുകയില്ല, മറ്റുള്ളവരെ പ്രശംസിക്കുന്നവരായിട്ട് മാറും. രണ്ടാമത് ആ ചിന്തകൻ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇങ്ങനെയാണ്: വിമർശനം കേട്ട് വളർന്നാൽ അവർ നിന്ദിക്കാൻ പഠിക്കും. മറ്റുള്ളവരെ വിമർശിക്കരുത് കേട്ടോ. കുഞ്ഞുങ്ങളെ നല്ല പാതയിൽ നടത്തുവാൻ താല്പര്യപ്പെടുന്ന മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ ഒരിക്കലും വിമർശിക്കരുത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കേക്കൽ വിമർശിക്കരുത്. അങ്ങനെ വിമർശനം കേട്ട് കുഞ്ഞുങ്ങൾ വളർന്നാൽ അവർ മറ്റുള്ളവരെ നിന്ദിക്കുവാൻ പഠിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തലമുറയ്ക്ക് ദോഷം വരുത്തി വെക്കരുത്. മൂന്നാമത്, പ്രോത്സാഹനം കിട്ടി വളർന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറും. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ആർക്കാ കഴിവില്ലാത്തത്? പ്രത്യേകിച്ച് ഈ സഭയിലുള്ള കുഞ്ഞുങ്ങളെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഞങ്ങൾ വന്നതിന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങളാണ് ഈ പിമ്പിരി കാണിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും. എനിക്കൊന്നറിയാം, അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കണം. ഓരോരോ കഴിവുകളെയും പ്രോത്സാഹിപ്പിച്ചവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ
ആത്മവിശ്വാസമുള്ളവരായിട്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിവുണ്ടല്ലോ. എന്നാൽ ചില മാതാപിതാക്കൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു പടം വരച്ചു കഴിഞ്ഞാലും ഇതെന്നാ പടമാ, ആ കുഞ്ഞുങ്ങളെ ആകപ്പാടെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിക്കുക. എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതുപോലെ വളർത്തിയാൽ ആ കുഞ്ഞുങ്ങൾ ഒരു അഭിമാനമായിട്ട് നമ്മുടെ ഭവനങ്ങളിലും ദൈവസഭയ്ക്കും തീരും. ഒരു കാര്യം കൂടി ആ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, അംഗീകാരം കിട്ടി വളർന്നാൽ സ്വയം നമ്മുടെ കുഞ്ഞുങ്ങൾ മതിപ്പുള്ളവരാകും. അംഗീകാരം കിട്ടണം. നമ്മുടെ ഭവനത്തിൽ ചില അംഗീകാരം കൊടുക്കണം. കുഞ്ഞുങ്ങൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്നാ കാര്യമൊന്നും പറഞ്ഞ് അങ്ങോട്ട് ചൂടാക്കുകയല്ല വേണ്ടത്. പിന്നെ ആ കുഞ്ഞുങ്ങൾ പറയുന്നതിലും മോനെ കൊള്ളാം, നീ പറഞ്ഞ അഭിപ്രായം നല്ലതാ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ സ്വയം മതിപ്പുള്ളവരാകും. എനിക്കും എൻ്റെ കുടുംബത്തിലൊരു അധികാരമുണ്ടല്ലോ എന്നുള്ളതായ ഒരു ചിന്തയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുവാനിടയായി തീരും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, സമൂഹത്തിൽ ഒരു നന്മയായി മാറേണ്ടതിന് വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കളാണ് ശിശുവിനെ പ്രതിഷ്ഠിക്കുന്നതിനേക്കാൾ മുമ്പ് പ്രതിഷ്ഠിക്കേണ്ടത്. ഈ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുമ്പോൾ വളർത്തേണ്ടതുപോലെ വളർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ ഞങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ പോകുക. നിങ്ങളുടെ സമർപ്പണങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ സാക്ഷിക്കുകയുണ്ടായി. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരട്ടെ. വളരെ ബുദ്ധിമുട്ടിലൂടെ, മറ്റ് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളേക്കാൾ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ 2 കുഞ്ഞുങ്ങളെയും ദൈവം ഇവർക്ക് ദാനമായി കൊടുത്തത്. നടക്കത്തില്ല എന്ന് ചിന്തിച്ച് വൈദ്യശാസ്ത്രം പറഞ്ഞതായ പല കാര്യങ്ങളുണ്ട്. എന്നാൽ നടക്കുമെന്ന് ദൈവശാസ്ത്രം തെളിയിച്ചതായ ഈ വിഷയത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുമോ? ഇന്ന് ഈ മാതാപിതാക്കളെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ തോമസിൻ്റെ മാതാവ് കൂടിയുണ്ട്, ദയവായി മുമ്പോട്ട് വന്നാട്ടെ. ഈ കുടുംബത്തെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവിന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയി. എന്നാൽ ആ മൂത്ത കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച വേളയിലൊക്കെ ആ പിതാവും ഉണ്ടായിരുന്നു. ഇന്ന് നിത്യതയിൽ ആ പിതാവ് വിശ്രമിക്കുന്നു. പിതാവിൻ്റെ സഹോദരനൊക്കെ ഇന്നിവിടെ കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ഈ കുഞ്ഞുങ്ങളെ, ഈ പ്രിയപ്പെട്ടവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും തങ്ങളുടെ വലങ്കരങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീട്ടിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ KM എബ്രഹാം, നമ്മുടെ പ്രിയ പിതാവ്, ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമല്ലോ. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനെ, നിന്റെ ദാസിക്കും കർത്താവെ കൊടുത്തതായുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ പൈതലിനെ കുറിച്ച് കർത്താവെ, അവരുടെ സാക്ഷ്യത്തിൽ കൂടിയും കർത്താവെ സ്തോത്രം, ആ നിന്റെ വചനത്തിൽ കൂടിയും കർത്താവെ സ്തോത്രം ഞങ്ങൾക്ക് കേൾപ്പാൻ ഗുണം ഇടയായ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മക്കൾ യഹോവ നൽകുന്ന അനുഗ്രഹവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു എന്ന് നിന്റെ വചനപ്രകാരം കർത്താവ് നീ അവർക്ക് പൈതലിനെ കൊടുത്ത് കർത്താവ് നീ അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ, സ്തോത്രം. ആ പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്ക് അനുഗ്രഹമായിട്ട് അവകാശമായി ലഭിക്കപ്പെട്ടിരിക്കുന്നതായുള്ള ഈ പൈതലിനെ കർത്താവെ അവിടുത്തെ കൃപയിലും അവിടുത്തെ വചനപ്രകാരവും വളർത്തിക്കൊണ്ടുവരുവാനും കർത്താവെ സ്തോത്രം, അത് ഭവനത്തിന്, അത് സഭയ്ക്ക്, അത് കർത്താവെ സ്തോത്രം കൂട്ടായ്മയ്ക്ക് അവിടുത്തെ നാമം മഹത്വമായി തീരുവാൻ്റെ ഗുണം കർത്താവെ നീ സഹായിക്കുമാറാകണം. മാത്രമല്ല കർത്താവെ സ്തോത്രം, ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും എന്ന് നിന്റെ വചനത്തിൽ നിന്ന് വായിക്കുന്ന പോലെ ഞങ്ങൾ ഒരു നാളിൽ കർത്താവെ നിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടുന്നവരാണ്. അതേ സ്തോത്രം, ആ നാളിൽ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് നിന്റെ സന്നിധിയിൽ നിൽപ്പാൻ തക്കോണം ആത്മീയമായിട്ട് ആവശ്യമായുള്ള നന്മകളും അനുഗ്രഹങ്ങളും അവർക്ക് പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ ആ കൃപയിൽ കർത്താവ് വളർത്തിക്കൊണ്ടുവരുവാൻ ഗുണം നീ അവർക്ക് സഹായിക്കുമാറായിരുന്നു അപേക്ഷിക്കുന്ന സ്തോത്രം. ഭൗതികമായിട്ട് നീ അനുഗ്രഹിക്കണമേ, ആത്മീയമായിട്ട് നീ അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ വലിയ ദാസൻ എന്നുള്ളതായ നിലയിൽ എന്നിവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹമായിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പോൾ ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. There shall be showers of blessing.
Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing. This is a promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of abundance of rain. Showers, showers of blessing we need. Mercy around us are falling, but for the showers we plead. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ 127 സങ്കീർത്തനത്തിന്റെ 3 മുതൽ ഉള്ള വാക്യങ്ങളും 128 സങ്കീർത്തനവും വായിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 127 3 മുതൽ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിൽ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. 128 സങ്കീർത്തനം. യഹോവ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകുമാറട്ടെ. മക്കളെ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനമുണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് എല്ലാവരും തങ്ങളുടെ വലങ്കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ദൈവദാസന്മാരും എന്നോടൊപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും തങ്ങളുടെ വലങ്കരങ്ങളെ ഈ പൈതലിന്റെ മേൽ നീട്ടിക്കൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കത്തക്കവണ്ണം വിശ്വസ്തനായ ദൈവം
കഴിഞ്ഞ ദിനങ്ങളിൽ പ്രവർത്തിച്ച നിന്റെ കരുണകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രിയ കുഞ്ഞുമായിട്ട് നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങ് അത്ഭുതം ചെയ്തു. ദൈവമേ, നന്ദി എന്ന് പറയുവാൻ മാതാപിതാക്കളെയും സഭാജനങ്ങളായി ഞങ്ങളെ നീ ഒരുക്കിയല്ലോ. ഈ പൈതലിനെ നീ ദാനമായി കൊടുത്തതിനായിട്ട് സ്തോത്രം. പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ട സാഹചര്യങ്ങളിൽ കർത്താവേ, പ്രിയ അനുവിനോട് നീ കൂടെ ഇരുന്ന് വഴി നടത്തി എന്നിട്ട് കരുണകൾക്കായിട്ട് സ്തോത്രം. ദാനമായി കൊടുത്തിരിക്കുന്ന ഈ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബാലപീഡകൾ കൂടാതെ അവർ വളരുന്തോറും ദൈവഭയത്തിൽ വളരുവാനും ദൈവസഭയ്ക്ക് അവളുടെ കുടുംബത്തിൽ അവളൊരു അനുഗ്രഹമായി തീരുവാനും നീ മുഖാന്തരങ്ങളെ ഒരുക്കുമാറാകണമേ. നിന്റെ നാമത്തിൽ ഞങ്ങൾ പൈതലിനെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ പൈതൽ ദൈവത്തിന് കൊള്ളാവുന്ന ഒരു പൈതലായി, ദൈവവേലയിൽ വ്യാപൃതയായ ഒരു പൈതലായി ആ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ നീ സംഗതി ഒരുക്കുമാറാകണമേ. ഈ സമയം ജോ അന്ന ആൻ തോമസ് എന്ന ഈ പൈതലിനെ നാമകരണം ചെയ്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടി വളർത്തുവാൻ അവളെ ഏൽപ്പിക്കുന്നു. ദൈവനാമം എല്ലാ നിലയിലും മഹത്വം എടുക്കുവാൻ ഇടയാക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ എന്തോ നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും നീ ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോ സ്തുതി. ജോ അന്ന ആൻ തോമസ് എന്ന ഈ പൈതൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുവാൻ നമുക്ക് എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. ദൈവനാമ മഹത്വത്തിനായി പൈതലിനെ ഏൽപ്പിച്ച് വളർത്തേണ്ടതുപോലെ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം കൊടുക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ പ്രിയപ്പെട്ടവർ താല്പര്യപ്പെട്ട ഈ പൈതലിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നടക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തല്ലോ. പലയിടങ്ങളിൽ നിന്ന് അവരുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിതരൊക്കെ കടന്നു വന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പാസ്റ്റർ എം ഐ ഈപ്പൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്നേഹമേറിയ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കർത്താവേ, നിന്റെ സന്നിധാനത്തിൽ വന്ന ആരംഭം മുതൽ ഈ സമയം വരെയും അവിടുത്തെ സാന്നിധ്യം തന്ന് കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ പൊന്നുനാമത്തിന് സ്തോത്രം. ഓരോ ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. പ്രത്യേകാൽ ജീമോനായി പ്രാർത്ഥിക്കുന്നു, അനുവിനായി പ്രാർത്ഥിക്കുന്നു, കൊച്ചു പൈതലിനായി പ്രാർത്ഥിക്കുന്നു.
കർത്താവേ ഹല്ലേലൂയ. പൈതങ്ങളെ രണ്ടുപേരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, സഭയ്ക്ക് അനുഗ്രഹമായി കർത്താവെ തുടർന്നും അവരെ നിർത്തിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവർ മാതാപിതാക്കളെ പ്രിയപ്പെട്ട എല്ലാവർക്കായിട്ടും സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ നന്മകൾക്കായിട്ട് ശുശ്രൂഷയെ അനുഗ്രഹിച്ചല്ലോ, അവിടുത്തെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. മഹത്വം അവിടുന്ന് എടുക്കണം, കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. കർത്താവായ യേശുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. അവരോട് താല്പര്യം പ്രകടിപ്പിച്ചു. ഇന്ന് അവർക്കൊരു ഓഫറിംഗ് പ്രധാനമായിട്ട് അർപ്പിക്കണമെന്ന് ഈ സമയം അത് അർപ്പിക്കും. അതിനുശേഷം ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ദിനംതോറും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും നമ്മെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലവും നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ. Shine upon you and be gracious to you. The Lord turn his face toward you and give you peace. As we receive, we agree. Amen.